ലോകപ്രകാരം ബിസിനസ്സിൽ തകർച്ചകൾ വരുമ്പം 2 റിസൾട്ടാണ് ഉണ്ടാകുന്നത് ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ. ഒന്നുകിൽ ആ തകർച്ചയിൽ നിന്നും അവൻ കുറേ ലെസൺസ് പഠിക്കും, അവന് മോട്ടിവേറ്റഡ് ആകും, എൻകറേജ്ഡ് ആവും, അവൻ എഴുന്നേറ്റ് നിന്ന് വീണ്ടും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യും, അല്ലെങ്കിൽ തകർന്നു പോകും. പക്ഷേ ബിബ്ലിക്കലി ഒരാളുടെ ജീവിതത്തിൽ തകർച്ചകൾ വന്നാൽ ഈ ലോകപ്രകാരം ഉള്ളതുപോലെ സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ അല്ല ബൈബിൾ അവനെ പഠിപ്പിക്കുന്നത്, മറിച്ച് പഠിപ്പിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കാനാണ്. കാരണം ബൈബിളിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം തന്നെ ആശ്രയമാണ്. അപ്പോൾ അങ്ങനെ ഒരു തകർച്ചകൾ, ലോകപ്രകാരം തകർച്ചകൾ വരുന്ന മനുഷ്യർ അതിനെ നേരിടുന്നത് പോലെ ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അതിനെ ഫേസ് ചെയ്യേണ്ട കാര്യമില്ല. അവൻ അവിടെ 2 കൈയും വിട്ട് സറണ്ടർ ചെയ്താൽ മതി. ആ സറണ്ടറാണ് അവൻ്റെ ഉയർച്ചയുടെ അടിസ്ഥാനം. അപ്പുറത്ത് ഹി ഹാസ് ടു ഡു സംതിങ്. അവൻ പല കാര്യങ്ങൾ ചെയ്ത് എഴുന്നേറ്റ് വരണം, അവൻ തന്നെ നിൽക്കണം. പക്ഷേ ബൈബിളിൽ നിങ്ങൾ തന്നെ നിൽക്കാൻ വീണ്ടും പരിശ്രമിക്കേണ്ട. ഈ തകർച്ചയുടെ മുമ്പിൽ ആ തകർച്ചയുടെ കൂടെ അങ്ങ് കിടന്നു കൊടുത്താൽ മതി. കർത്താവിൻ്റെ സന്നിധിയിൽ മുമ്പിൽ അങ്ങ് കമിഴ്ന്ന് വീണ് കിടന്നാൽ മതി. ഗോഡ് വിൽ ലിഫ്റ്റ് യു അപ്പ്. ഗോഡ് ബ്ലെസ് യു.